ഹായ് ഓൾ, I+ ട്രെയിനിങ് സൊല്യൂഷൻസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ കോർഡിനേഷൻ കെമിസ്ട്രി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു ടോപ്പിക്കാണ് സ്പ്ലിറ്റിംഗ് ഓഫ് ഡി ഓർബിറ്റൽസ് ഇൻ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ്. നമ്മുടെ സെറ്റ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. നമുക്ക് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എനർജി അല്ലെങ്കിൽ അവരുടെ മാഗ്നറ്റിക് മൊമെൻറ്റ് കണ്ടുപിടിക്കാനായിട്ട് അങ്ങനെ പല രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അവിടെയെല്ലാം നമുക്ക് ആവശ്യമായിട്ട് വരുന്ന ഒരു കൺസെപ്റ്റാണ് സ്പ്ലിറ്റിംഗ് ഓഫ് ദി ഡി ഓർബിറ്റൽസ് ഇൻ ഒക്ടാഹെഡ്രൽ. നമുക്ക് ഒക്ടാഹെഡ്രൽ മാത്രം പോരാ, നമുക്കൊരു സെറ്റ് എക്സാമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിൻ്റെത്, ടെട്രാഹെഡ്രൽ കോംപ്ലക്സിൻ്റെത്, സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സിൻ്റെ ഒക്കെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിൻ്റെ സ്പ്ലിറ്റിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. In an octahedral complex, the metal ions is at the center and the ligands are at the 6 corners. And in the absence of the ligands, the 5d orbitals exist as degenerate. നമുക്കറിയാം ഇപ്പോൾ ഒരു octahedral complex എന്ന് പറയുമ്പോഴത്തേന് സെൻറ്ററിലായിട്ടൊരു മെറ്റൽ ഉണ്ടായിരിക്കും. ആൻഡ് അതിലേക്ക് ഈ ഒരു രീതിയിൽ ഇവിടോട്ട് ഒരെണ്ണം, ഇവിടോട്ട് രണ്ടെണ്ണം, താഴോട്ട് രണ്ടെണ്ണം, താഴോട്ടൊരെണ്ണം, ഈ രീതിയിൽ 6 ലിഗാൻസ് അതിനെ സറൗണ്ട് ചെയ്ത് കാണും അല്ലേ. അങ്ങനെയാണ് ഒരു octahedral സ്ട്രക്ചർ വരുന്നത്. സെൻട്രൽ ആറ്റം, ദെൻ ഇങ്ങനെ 3 എണ്ണം, ഇങ്ങനെ 3 എണ്ണം, ഇങ്ങനെ ഒക്ടാഹെഡ്രൽ സ്ട്രക്ചർ യൂഷ്വലി വരുന്നത്. അപ്പം ലിഗാൻസ് ഒന്നും ഇല്ല, മെറ്റൽ ആദ്യം ഒറ്റയ്ക്ക് നിൽക്കുകയാണെന്ന് കരുതുക. അപ്പം മെറ്റൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയത്ത് ഈ മെറ്റലിനകത്തുള്ള എത്ര ഡി ഓർബിറ്റൽസ് അവൈലബിൾ ആണ്? മെറ്റൽസിൻ്റെ കേസിൽ 5 ഡി ഓർബിറ്റൽസ് അവൈലബിൾ ആണ്. ഈ 5 ഡി ഓർബിറ്റൽസിനും സെയിം എനർജിയാണ്. ഓക്കെ, എല്ലാവരും ഡീജനറേറ്റ് ആയിട്ട് സെയിം എനർജിയിൽ ഇങ്ങനെ ശാന്തമായിട്ട് നിൽക്കുമായിരുന്നു. അതായത് നമ്മുടെ DXY, DYZ, DXZ, DX² - Y², DZ², എല്ലാവർക്കും സെയിം എനർജി ആയിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിലേക്ക്, ഈ സെൻട്രൽ മെറ്റലിലേക്ക് ആര് വരുന്നത്? 6 ലിഗാൻസ് വരുന്നത്. ഓക്കെ, ലിഗാൻസ് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ മെറ്റലിൻ്റെ ഡി ഓർബിറ്റൽസ് ഡീജനറേറ്റ് ആയിരിക്കില്ല. അവിടെ ആ ഡി ഓർബിറ്റൽസിൻ്റെ എനർജിയിൽ ഒരു ഡിഫറൻസ് വരും. ഓക്കെ, ആൻഡ് ആ ഒരു എനർജിയിൽ ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാ ഡി ഓർബിറ്റൽസും സെയിം എനർജി ആയിട്ട് ഒരേ ലെവലിൽ ഇങ്ങനെ നിൽക്കുമോ? ഇല്ല, അവർ സ്പ്ലിറ്റ് ചെയ്യും. എനർജി കുറഞ്ഞവർ താഴെയും, എനർജി കൂടിയവർ മുകളിലുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഓക്കെ, അപ്പം മെറ്റൽ ഫ്രീ ആയിട്ട് നിന്ന സമയത്ത് അവരുടെ 5 ഡി ഓർബിറ്റൽസും സെയിം എനർജി ആയിരുന്നു, അവർ സ്റ്റേബിൾ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ ലിഗാൻഡ് അപ്രോച്ച് ചെയ്തത്. ആൻഡ് ഈ ലിഗാൻഡ് അപ്രോച്ച് ചെയ്തത് കൊണ്ടാണ് അവർക്ക് എന്ത് സംഭവിച്ചത്? അവരുടെ ഡീജനറസി നഷ്ടപ്പെടുകയും അവർ സ്പ്ലിറ്റ് ചെയ്യാൻ കാരണമായത്. ഓക്കെ, അപ്പോൾ അതാണ് പറഞ്ഞേക്കുന്നത്. when a ligand approaches the d orbitals are raised to a higher energy and further split into 2 set. ലിഗാൻഡ് അപ്രോച്ച് ചെയ്തു, ഇവരുടെ എനർജിയിൽ വ്യത്യാസം വന്നു, ഇവർ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു അല്ലേ. അപ്പോൾ the d orbitals generally split into one set of doubly degenerate orbitals of higher energy and triply degenerate orbitals of ലോവർ എനർജി. അപ്പം ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിനെ സംബന്ധിച്ചിടത്തോളം ഇവർ ഈ പറയുന്ന ലിഗാൻസ് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഡി ഓർബിറ്റൽസ് സ്പ്ലിറ്റ് ചെയ്യും എന്ന് പറഞ്ഞു. സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് ട്രിപ്ലി ഡീജനറേറ്റഡ് ആയിട്ടുള്ള ഒരു ലെവലായിട്ടും ഡബ്ലി ഡീജനറേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു ലെവലുമായിട്ടാണ് ഇവർ സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ട്രിപ്ലി ഡീജനറേറ്റ് എന്ന് പറഞ്ഞാൽ 3 പേർക്ക് സെയിം എനർജിയുള്ള ഒരു ലെയർ. ഡബ്ലി ഡീജനറേറ്റ് എന്ന് പറഞ്ഞാൽ 2 പേർക്ക് സെയിം എനർജി വരുന്ന ഒരു ലെവൽ. ഓക്കെ, അപ്പോൾ ട്രിപ്ലി ഡീജനറേറ്റഡ് ആയിട്ടുള്ള ഒരു ലെവലും ഡബ്ലി ഡീജനറേറ്റഡ് ആയിട്ടുള്ള ഒരു ലെവലുമായിട്ടാണ് ഒക്ടാഹെഡ്രൽ കോംപ്ലക്സുകളിൽ ഈ പറയുന്ന ഡി ഓർബിറ്റൽസ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. അതിൽ ട്രിപ്ലി ഡീജനറേറ്റഡ് ആയിട്ടുള്ള ഡി ഓർബിറ്റൽസിനെ നമ്മൾ T2G എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അത് ലോവർ എനർജി ഓർബിറ്റൽസ് ആണ്, അവരെ നമ്മൾ T2G എന്ന് റെപ്രസെന്റ് ചെയ്യും. എന്നാൽ ഡബ്ലി ഡീജനറേറ്റഡ് ആയിട്ടുള്ള ഓർബിറ്റൽസ് ഹയർ എനർജി ഓർബിറ്റൽസ് ആണ്, അവരെ നമ്മൾ EG എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ T2G EG ആയിട്ട് ഒക്ടാഹെഡ്രൽ കോംപ്ലക്സുകളിൽ ഇവർ സ്പ്ലിറ്റ് ചെയ്യുന്നു. ഓക്കെ, and the mean energy levels of these 2 orbitals are taken as 0 and they are called ബാരി സെന്റർ. ആൻഡ് ഈ T2Gയുടെയും EGയുടെയും ഇടയിലുള്ള ആ ഒരു മീൻ സെന്ററിനെ നമ്മൾ ബാരി സെന്റർ എന്നാണ് പറയുന്നത്. ആൻഡ് ഈ ബാരി സെന്ററിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് അവരുടെ ആ ഒരു എനർജി വാല്യൂവിനെ നമ്മൾ 0 ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇവിടെ ആദ്യം ലിഗാൻഡ് ഒന്നും ഇല്ലാണ്ട് മെറ്റൽ ഒറ്റയ്ക്ക് നിന്ന സമയത്ത് 5 ഡി ഓർബിറ്റൽസിനും സെയിം എനർജി ആയിട്ട് നിൽക്കുകയായിരുന്നു അവർ. XY, X² Y² Z² XY XZ YZ എല്ലാവരും സെയിം എനർജി ആയിട്ട് ഇങ്ങനെ നിന്നു. അപ്പോഴാണ് ലിഗാൻഡ് അപ്രോച്ച് ചെയ്തത്. ലിഗാൻഡ് അപ്രോച്ച് ചെയ്ത സമയത്ത് പിന്നീട് അവരുടെ എനർജി എല്ലാവരുടെയും സെയിം ആണോ? ഇല്ല, അവർ സ്പ്ലിറ്റ് ചെയ്തു. ലിഗാൻഡ്സ് അപ്രോച്ച് ചെയ്തപ്പോൾ അവർ സ്പ്ലിറ്റ് ചെയ്തു. സ്പ്ലിറ്റ് ചെയ്ത കൂട്ടത്തിൽ 3 പേരുടെ എനർജി തുല്യമാണ്, 2 പേരുടെ എനർജി തുല്യമാണ്. ആ 3 പേർക്ക്
എന്ത് ചെയ്യുന്നു, മറ്റവരെ വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനർജി കുറവാണ്, ആൻഡ് രണ്ടു പേർക്ക് എനർജി കൂടുതലാണ്. ട്രിപ്ലി ഡീജനറേറ്റഡ് ആയിട്ടുള്ള ആളുകളെ നമ്മൾ T2G എന്ന് വിളിച്ചു, ആൻഡ് ഡബ്ലി ഡീജനറേറ്റഡ് ആയിട്ടുള്ള ആളുകളെ നമ്മൾ EG എന്ന് വിളിച്ചു. ആൻഡ് അതിന്റെ സെന്റർ റീജിയനെയാണ് നമ്മൾ ബാരി സെന്റർ എന്ന് വിളിച്ചത്. എന്താണ് ബാരി സെന്റർ എന്ന് വിളിച്ചത്? അപ്പം ഈ പറയുന്ന T2G ഓർബിറ്റൽസ് EG ഓർബിറ്റൽസുമായിട്ട് സ്പ്ലിറ്റ് ചെയ്തെന്ന് പറഞ്ഞല്ലോ. ഈ T2G ഓർബിറ്റൽസിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് ആരൊക്കെയാണ്? DXY, DYZ, DXZ ഓർബിറ്റൽസ്. ഈ 3 ഓർബിറ്റൽസ് ആണ് T2G ഓർബിറ്റൽസിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ആൻഡ് DX² - Y², DZ², അവർ രണ്ടുപേരുമാണ് EG ഓർബിറ്റൽസിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആണല്ലോ അത്രയും കാര്യങ്ങൾ. ഇനി ഈ ബാരി സെൻട്രൽ നിന്നും നമ്മൾ പറഞ്ഞു ഈ T2G EG ഓർബിറ്റൽസ് സ്പ്ലിറ്റ് ചെയ്യും എന്ന് പറഞ്ഞു. ആ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഉള്ള ഇവരുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഡെൽറ്റ O ആണ്. ആ T2G EG ഓർബിറ്റൽസിന്റെ ഇടയിലുള്ള എനർജി ഗ്യാപ്പിനെയാണ് ഡെൽറ്റ O വെച്ചിട്ട്, അതിനെ ഒക്ടാഹെഡ്രൽ സ്പ്ലിറ്റിംഗ് എന്ന് പറയും. ഓക്കെ, ഡെൽറ്റ O അല്ലെങ്കിൽ ഒക്ടാഹെഡ്രൽ സ്പ്ലിറ്റിംഗ് എന്ന് പറയും ആ ഒരു ഗ്യാപ്പിനെ. ഓക്കെ, ദെൻ ഈ പറയുന്ന T2G ഈ ബാരി സെൻട്രൽ നിന്നും T2G ഓർബിറ്റൽസിലേക്കുള്ള ആ അകലം നമ്മൾ 2/5 ഡെൽറ്റ O എന്നും, ഈ ബാരി സെൻട്രൽ നിന്നും EG ഓർബിറ്റൽസിലേക്കുള്ള അകലത്തിനെ 3/5 ഡെൽറ്റ O എന്നുമാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ T2G ഓർബിറ്റൽസിൽ ഇരിക്കുന്ന ഓരോ ഓർബിറ്റൽസിന്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി 0.4 ഡെൽറ്റ O അല്ലെങ്കിൽ 4dq ആയിട്ടും റെപ്രസെന്റ് ചെയ്യും. അതേപോലെ തന്നെ EG ഓർബിറ്റൽസിൽ ഇരിക്കുന്ന ഓരോരുത്തരുടെയും എനർജി 0.6 ഡെൽറ്റ O അല്ലെങ്കിൽ 6dq ആയിട്ടാണ് യൂഷ്വലി റെപ്രസെന്റ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ആ രണ്ട് T2G EG ഓർബിറ്റൽസിന്റെ ഇടയിലുള്ള എനർജി ഗ്യാപ്പിനെ ഡെൽറ്റ O എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ആൻഡ് ബാരി സെൻട്രൽ നിന്നും ഈ പറയുന്ന T2Gയിലേക്കുള്ള ആ ഒരു ഡിഫറൻസിനെ 2/5 ഡെൽറ്റ O അല്ലാന്നുണ്ടെങ്കിൽ 2/5 ഡെൽറ്റ O അല്ലാന്നുണ്ടെങ്കിൽ 0.4 ഡെൽറ്റ O എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. ആൻഡ് മറ്റേവരെ എന്ത് ചെയ്യുന്നു? മറ്റേവരെ റെപ്രസെന്റ് ചെയ്യുന്നത് 3/5 ഡെൽറ്റ O അല്ലാന്നുണ്ടെങ്കിൽ 0.6 ഡെൽറ്റ O എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ നോക്കിക്കേ, ഇവരുടെ എനർജി T2Gയുടെ എനർജി എന്ത് സംഭവിച്ചു? കുറഞ്ഞതാണ്. എന്നാൽ EGയുടെ എനർജി എന്ത് സംഭവിച്ചു? കൂടി, അല്ലെ? ഇവരെ വെച്ചിട്ട് ഡീജനറേറ്റഡ് ആയിട്ട് ഇരുന്ന അവസ്ഥയിൽ നിന്ന് നോക്കുമ്പം T2Gയുടെ എനർജി കുറഞ്ഞു ആൻഡ് EGയുടെ എനർജി കൂടി. അപ്പൊ ഇതിനെ നമുക്ക് എന്ത് പറയാം? എനർജി കുറഞ്ഞത് കൊണ്ട് തന്നെ ഇവിടെ വരുന്ന ഇലക്ട്രോൺസ് എന്താവുന്നു എന്ന് പറയാം? സ്റ്റെബിലൈസ്ഡ് ആവുന്നു എന്ന് പറയാം. ഓക്കെ, ആൻഡ് ഇവരുടെ കേസിൽ എനർജി കൂടുതലായതുകൊണ്ട് അവിടെ വരുന്ന ഇലക്ട്രോൺസിനെ നമുക്ക് എന്ത് പറയാം? ഡീസ്റ്റെബിലൈസ്ഡ് ആയി എന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആണോ നിങ്ങൾക്ക്? എനർജി കൂടുതലാണെങ്കിൽ ഡീസ്റ്റെബിലൈസ്ഡ് ആവുമല്ലോ, എനർജി കുറവാണെങ്കിൽ സ്റ്റെബിലൈസ്ഡ് ആവുമല്ലോ. അപ്പൊ എനർജി കുറഞ്ഞ T2G ഓർബിറ്റൽസിലോട്ടാണ് ഇലക്ട്രോൺസ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അവർ സ്റ്റെബിലൈസ്ഡ് ആയി എന്ന് പറയാം. ആൻഡ് എനർജി കൂടുതലുള്ള EG ഓർബിറ്റൽസിലോട്ടാണ് അവർ പോകുന്നതെന്നുണ്ടെങ്കിൽ അവർ ഡീസ്റ്റെബിലൈസ്ഡ് ആയി എന്ന് പറയാം. ഓക്കെ ആണേ കാര്യങ്ങൾ? The EG and T2G orbital separations are denoted by delta O or 10dq. അപ്പോൾ ആ T2G EG ഓർബിറ്റൽസിന്റെ ഇടയിലുള്ള ആ ഒരു എനർജി ഗ്യാപ്പ് അതിനെയാണ് ഞാൻ ഡെൽറ്റ O അല്ലാന്നുണ്ടെങ്കിൽ 10dq എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ്. ഓക്കെ, ആ T2G EG ഓർബിറ്റൽസിന്റെ ഇടയിലുള്ള ആ ഒരു ഡിഫറൻസ് അതിനെയാണ് നമ്മൾ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത്. When the octahedral field split the orbital degeneracy, 3 orbitals get stabilized and other 2 orbitals get destabilized. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഈ താഴോട്ട് T2Gയിലോട്ടാണ് ഇലക്ട്രോൺസ് വന്ന് ഒക്കുപ്പൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് എനർജി കുറവാണ്. ദാറ്റ് മീൻസ് അവർ സ്റ്റെബിലൈസ്ഡ് ആവുകയാണ് ചെയ്യുന്നത്. ഇൻ കേസ് ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു? മുകളിൽ പോയിട്ട് EGയിലോട്ടാണ് ഒക്കുപ്പൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ എനർജി കൂടുതലാണ്. ദാറ്റ് മീൻസ് അവർ ഡീസ്റ്റെബിലൈസ്ഡ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, the T2G orbitals are lowered to 0.4 delta O and EG orbitals are raised to 0.6 delta. അപ്പം T2Gയിൽ വരുന്ന ആളുകളുടെ എനർജി 0.4 ഡെൽറ്റ ഓയിലോട്ട് കുറയുകയും ആൻഡ് EGയിലോട്ട് പോകുന്നവരുടെ എനർജി 0.6 ഡെൽറ്റ O കൂടുകയും ചെയ്യും, അല്ലേ? ഇവിടെ ഞാൻ പറഞ്ഞു, ഇവിടെ ഇരിക്കുന്ന ഓരോ ഇലക്ട്രോണിന്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ 0.4 ഡെൽറ്റ O ആണ്. ആൻഡ് EGയിലോട്ട് പോകുന്നവരുടെ ഓരോരുത്തരുടെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ 0.6 ഡെൽറ്റ O ആണ്, അല്ലെ? അപ്പൊ ഇവരുടെ എനർജി കുറവായതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? T2Gയിലോട്ട് വന്നിരിക്കുന്ന ഓരോരുത്തരുടെയും എനർജി 0.4 ഡെൽറ്റ O വെച്ചിട്ട് കുറയുന്നു. ആൻഡ് EGയിലോട്ട് പോകുന്നവരുടെ കേസിൽ എന്ത് സംഭവിക്കുന്നു? 0.6 ഡെൽറ്റ O വെച്ചിട്ട് കൂടുകയും ചെയ്യുന്നു.
So the magnitude of this stabilization is 0.4 delta O or 4 dq and magnitude of destabilization is 0.6 delta O or 6 dq. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. എനർജി കുറവായതുകൊണ്ട് തന്നെ T2Gയിലോട്ട് വരുന്നവർ എന്ത് സംഭവിക്കുകയാണ്? അവർക്ക് സ്റ്റെബിലൈസേഷൻ സംഭവിക്കുകയാണ് അല്ലേ? അപ്പം നമുക്ക് പറയാം മാഗ്നിറ്റ്യൂഡ് ഓഫ് സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്നത് 0.4 ഡെൽറ്റ ഒ ആണെന്ന് പറയാം, അല്ലെങ്കിൽ 4 dq ആണെന്ന് പറയാം. അതേപോലെ മുകളിൽ ഇജിയിലോട്ട് പോകുന്നവർക്ക് എന്ത് സംഭവിക്കും? എനർജി കൂടുതലാണ്, അവർ ഡീസ്റ്റെബിലൈസ്ഡ് ആവുകയാണ് അല്ലെ? അപ്പൊ എനർജി ഓഫ് ഡീസ്റ്റെബിലൈസേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എന്താണെന്ന് നമുക്ക് പറയാം, 0.6 ഡെൽറ്റ ഒ അല്ലെങ്കിൽ 6 dq ആണെന്നും പറയാം. ഓക്കെ ആണേ? അതും the extent to which the d orbital split depends upon the strength of the ligands. With high electronegative donor ligand, the ligand fields is weak and splitting is relatively weak, and unpaired electrons in the d orbitals remain undistributed. But if the ligands are strong field ligands, the splitting is much greater and the electrons are occupied as paired. ഇനി ഇവിടെ ഈ സ്പ്ലിറ്റിങ് ഡെൽറ്റ ഒയുടെ വാല്യൂ, ഓക്കെ, ഇവിടെ നടക്കുന്ന ഈ സ്പ്ലിറ്റിങ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? മെറ്റലുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ലിഗാൻഡ് ആരാണോ ആ ലിഗാൻഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇവിടുത്തെ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ്. ലിഗാൻഡ്സ് എന്ന് പറയുമ്പം വരുന്ന ലിഗാൻഡ് ഒന്നെങ്കിൽ വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആയിരിക്കും. അതായത് ഒന്നെങ്കിൽ നമ്മുടെ ക്ലോറിൻ, ഫ്ലൂറിൻ, H2O, ബ്രോമിൻ ഒക്കെ പോലെയുള്ള വീക്ക് ആയിട്ടുള്ള ലിഗാൻഡ് ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ CN, EnH2O, CN, EN, അതേപോലെ തന്നെ SCN, NO2 പോലെയുള്ള സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡുകളായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പൊ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡും വരാം, വീക്ക് ഫീൽഡ് ലിഗാൻഡും വരാം. വരുന്ന ആള് സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണെന്നുണ്ടെങ്കിൽ നല്ലപോലെ സ്പ്ലിറ്റ് ചെയ്യിക്കും. ഓക്കെ, വരുന്ന ആള് വീക്ക് ഫീൽഡ് ആയിട്ടുള്ള ലിഗാൻഡ് ആണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന സ്പ്ലിറ്റിങ് വളരെ കുറവായിരിക്കും. ഓക്കെ, ഇനി നോക്കിക്കേ നിങ്ങൾ, അപ്പൊ ഞാൻ രണ്ട് കേസ് കൺസിഡർ ചെയ്യാണ്, വീക്ക് ഫീൽഡ് ആൻഡ് സ്ട്രോങ് ഫീൽഡിന്റെ രണ്ട് കേസ് കൺസിഡർ ചെയ്യാണ്. അപ്പൊ T2G EG ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പൊ ഇവിടെ ഞാൻ കൊടുത്തേക്കുന്നത് ഒരു സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണ്. സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡിനെ കൊടുത്ത സമയത്ത് നല്ല രീതിയിലുള്ള ഒരു സ്പ്ലിറ്റിംഗ് സംഭവിച്ചു. രണ്ടാമത്തെ കേസിൽ ഞാനൊരു വീക്ക് ഫീൽഡ് ലിഗാൻഡിനെയാണ് കൊടുത്തത്. വീക്ക് ഫീൽഡ് ലിഗാൻഡിനെ കൊടുത്ത സമയത്ത് സ്പ്ലിറ്റിംഗ് എന്ത് സംഭവിച്ചു? ഇവരെ വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടായ സ്പ്ലിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുറവാണ് അല്ലെ? അപ്പൊ യൂഷ്വലി നമ്മളൊരു സ്ട്രോങ് ഫീൽഡ് ആയിട്ടുള്ള ലിഗാൻഡിനെ കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ ഫോം ചെയ്യുന്ന ഡെൽറ്റ ഒയുടെ ഗ്യാപ്പ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. പക്ഷെ നമ്മൾ കൊടുക്കുന്ന ആള് ഒരു വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണ് എന്നുണ്ടെങ്കിൽ അയാൾ ക്രിയേറ്റ് ചെയ്യുന്ന ഡെൽറ്റ ഒ സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത് കുറവായിരിക്കും. ഓക്കെ, കുറവായിരിക്കും. അപ്പം ഓക്കെ, അപ്പം അപ്പൊ നോക്കിക്കേ, ഞാൻ ഒരു മൂന്ന് ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യാൻ പോവാണ്. അപ്പൊ 3 ഇലക്ട്രോൺസ് ആകുമ്പോൾ പ്രശ്നമൊന്നുമില്ല. 1, 2, 3 3 ഇലക്ട്രോൺസ് ഇരുന്നു. സ്ട്രോങ് ഫീൽഡിന്റെ കേസിലായിക്കോട്ടെ, ഇനിയിപ്പോൾ വീക്ക് ഫീൽഡിന്റെ കേസിലാണ് ഞാൻ 3 ഇലക്ട്രോൺസിനെ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെയും പ്രശ്നമൊന്നുമില്ല. 3 ഇലക്ട്രോൺസ് താഴെ 3 ലെവലിലായിട്ട് ഇരുന്നു. ഇനി ഞാൻ 4 ഇലക്ട്രോൺസിനെ കൊടുത്തു. ഞാൻ D4 സിസ്റ്റം ആണ് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ 4 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ 4ാമത്തെ ഇലക്ട്രോണിന് ഒന്നുകിൽ ഇവിടെ പെയർ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ആ 4ാമത്തെ ഇലക്ട്രോണിന് പോയിട്ട് മുകളിൽ ഓക്കുപ്പൈ ചെയ്യാം. അങ്ങനെ 2 പോസിബിലിറ്റി ഉണ്ട്. ഇവിടെയും അതുപോലെ, ഒന്നെങ്കിൽ അവർക്ക് ഇവിടെ പെയർ ചെയ്യാം, അല്ലെങ്കിൽ മുകളിലോട്ട് പോയിട്ട് ഓക്കുപ്പൈ ചെയ്യാം. അങ്ങനെ 2 പോസിബിലിറ്റീസ് വരുന്നുണ്ട്. അപ്പൊ ആ പോസിബിലിറ്റി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ഇവിടെയുള്ള എനർജി ഗ്യാപ്പിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, അപ്പൊ നിങ്ങളൊന്ന് നോക്കിക്കേ, ആദ്യത്തെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ T2G EG ഓർബിറ്റൽസിന്റെ ഇടയിലുള്ള എനർജി ഗ്യാപ്പ് ഭയങ്കര കൂടുതലാണ്, ഡെൽറ്റോന്റെ വാല്യൂ കൂടുതലാണ്. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ഒരാൾക്ക് ചാടി ഇപ്പുറത്താനായിട്ട് പറ്റുമോ? ഇല്ല. നമ്മൾ യൂഷ്വലി ചാടി കടക്കാൻ നേരത്ത് നമുക്ക് ചാടി കടക്കേണ്ട വരമ്പ് തൊട്ടടുത്താണെന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് ചാടി അപ്പുറത്ത് കടക്കാൻ പറ്റും. പക്ഷെ കുറച്ച് ഡിസ്റ്റൻസ് അകലെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചാടി കടന്ന് അപ്പുറം എത്താൻ പറ്റുമോ? ഇല്ല. ഇലക്ട്രോൺസിന്റെ കേസിലും അങ്ങനെ തന്നെ, ഇവിടെ ഗ്യാപ്പ് കൂടുതലാണ്, ഇയാൾക്ക് ഇങ്ങി വരെ ചാടി എത്താൻ പറ്റുമോ? ഇല്ല. അപ്പൊ 4ാമത്തെ ഇലക്ട്രോൺ എന്ത് ചെയ്തു? ഇവിടെ തന്നെ അങ്ങ് പെയർ ചെയ്തിരുന്നു. ഓക്കെ, അപ്പൊ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? പെയറിങ് നടക്കും എന്ന് മനസ്സിലായി. ഇനി ഇവിടെ നോക്കിക്കേ, ഇവിടെ വലിയ ഗ്യാപ്പ് ഉണ്ടോ ഇവർക്കിടയിൽ? ഇല്ല. അപ്പൊ 4ാമത്തെ ഇലക്ട്രോണിന് സുഖമായിട്ട് ചാടി ഇവിടെ എത്താൻ പറ്റും.
അപ്പോൾ അവരെന്ത് ചെയ്യും? ഇവിടെ വെറുതെ എന്തിനാ, ഒരാൾക്ക് ഒരു സീറ്റിൽ ഒരാളുണ്ട്, ഇനി അവരുടെ കൂടെ കയറി ഇടുങ്ങിയിരിക്കുന്ന എന്തിനാണെന്ന് വിചാരിച്ച് ഇവരെന്ത് ചെയ്തു? പെട്ടെന്ന് തന്നെ ചാടി ഒഴിഞ്ഞു കിടക്കുന്ന ഒരു സീറ്റിൽ പോയിട്ട് ഇരുന്നു. ഓക്കെ, അപ്പം നോക്കിക്കേ, വീക്ക് ഫീൽഡ് ലിഗാൻഡായിട്ടാണ്, വീക്ക് ഫീൽഡ് ലിഗാൻഡ്സ് ആണ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇലക്ട്രോൺസ് എങ്ങനെ ഇരിക്കാനാണ് ശ്രമിക്കുക? അൺപെയർഡ് ആയിട്ടിരിക്കാനാണ് ശ്രമിക്കുക. അതായത് സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡിന്റെ കേസിൽ ലോ സ്പിൻ കോംപ്ലക്സുകളാണോ ഹൈ സ്പിൻ കോംപ്ലക്സുകളാണോ ഫോം ചെയ്തത്? പെയർ ചെയ്ത് താഴെ തന്നെയാണ് ഇരുന്നത്, അതായത് ലോ സ്പിൻ കോംപ്ലക്സുകളാണ് ഫോം ചെയ്തത് അല്ലെ. എന്നാൽ ഇവിടേക്ക് വന്നപ്പോഴത്തേനോ ഇവിടെ പെയർ ചെയ്തിരിക്കുന്നതിന് പകരം അവർ മുകളിൽ പോയിട്ട് ഒറ്റയ്ക്ക് ഫ്രീ ആയിട്ടിരുന്നു അല്ലെ. അതായത് വീക്ക് ഫീൽഡ് ലിഗാൻഡിന്റെ കേസിൽ എങ്ങനെയുള്ള ആളുകളാണ് ഫോം ചെയ്തത്? ഹൈ സ്പിൻ കോംപ്ലക്സുകളാണ് ഫോം ചെയ്തത്. ഓക്കെ, അപ്പൊ ഇവിടെ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗിൽ നമ്മൾ കൊടുക്കുന്ന ലിഗാൻസിനെ ആസ്പദമാക്കിയിരിക്കും അവിടെ പെയറിങ് നടക്കുമോ അതോ അൺപെയർഡ് ആയിട്ട് ഇലക്ട്രോൺസ് ഹയർ ലെവൽസിലോട്ട് പോകുമോ എന്നത്. സ്പ്ലിറ്റിംഗ് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ, സ്ട്രോങ് ഫീൽഡ് ലിഗാൻസ് ആണ് കൊടുക്കുന്നുണ്ടെങ്കിൽ യൂഷ്വലി അവർ പെയർ ചെയ്ത് താഴെ ഇരിക്കുകയാണ് ശ്രമിക്കുക, അതായത് ലോ സ്പിൻ കോംപ്ലക്സുകളായിരിക്കും ഫോം ചെയ്യുക. ഇനി നമ്മൾ കൊടുക്കുന്ന വീക്ക് ഫീൽഡ് ലിഗാൻഡുകൾ ആണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുന്നു? പെയർ ചെയ്യാതെ മുകളിലോട്ട് പോയിട്ട് EG ഓർബിറ്റൽസിൽ ഒക്കുപ്പൈ ചെയ്യും. ദാറ്റ് മീൻസ് അൺപെയർഡ് ആയിട്ട് ഹൈ സ്പിൻ കോംപ്ലക്സുകളായിട്ടായിരിക്കും യൂഷ്വലി അവർ ഒക്കുപ്പൈ ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ കാര്യം? ഓക്കെ, ഓക്കെ, അപ്പൊ അതാണ് ഈ പറഞ്ഞത്. The extent to which the d orbital split depends upon the strength of the ligands. With a high electronegative donor ligand, the ligand field is weak, the splitting is relatively weak and unpaired electrons remain undisturbed. But if the ligands are strong field ligands, splitting is much greater and electrons are occupied as paired. Okay, clear ആണല്ലോ അപ്പം? ഇനി if the crystal field splitting is less than pairing energy, then the fourth electron will go to the EG orbital without going pairing. അതായത് നമ്മൾ നോക്കിക്കേ, ഞാൻ ഈ പറഞ്ഞ കേസ് തന്നെ സെന്റൻസ് വൈസ് അവർ എഴുതിയേക്കാണ്. അതായത് ഇപ്പൊ ഈ കേസിൽ നോക്കിക്കേ, ഈ കേസിൽ ഇലക്ട്രോൺസ് പെയർ ചെയ്തേക്കാണ് അല്ലെ. ഈ കേസിൽ ഇലക്ട്രോൺസ് പെയർ ചെയ്തേക്കാണ്. മറ്റേ കേസിൽ ഇലക്ട്രോൺസ് പെയർ ചെയ്തോ? ഇല്ല. ഇലക്ട്രോൺസ് പെയർ ചെയ്യുന്നതിന് പകരം മുകളിൽ പോയിട്ട് EG ഓർബിറ്റൽസുമായിട്ട് ഓക്കുപ്പൈ ചെയ്ത് EG ഓർബിറ്റൽസിൽ കയറി ഓക്കുപ്പൈ ചെയ്യുമായിരുന്നു അല്ലെ. അപ്പൊ ഈ കേസിൽ എന്താ സംഭവിച്ചത്? ഇവരുടെ കേസിൽ ഇവിടെ ഇലക്ട്രോൺസ് വന്നില്ല, അതുപോലെ പെയറിങ് നടന്നിട്ടില്ല. ഓക്കെ, അപ്പം ഈ കേസിൽ എന്താ സംഭവിച്ചത്? ഇവർ എന്തുകൊണ്ടാണ് പെയർ ചെയ്തത്? കാരണം ഇവിടെ പെയറിങ് എനർജിയാണ് ഈ ഡെൽറ്റ ഒന്റെ വാല്യൂവിനെക്കാട്ടിൽ കുറവ്, അതുകൊണ്ടാണ് ഇവർ പെയർ ചെയ്തിരുന്നത്. ആൻഡ് ഇവരുടെ കേസിൽ എന്താ സംഭവിച്ചത്? ഇവർ പെയർ ചെയ്തോ? ഇല്ല, കാരണം അവരുടെ പെയറിങ് എനർജി എന്ന് പറയുന്നത് ഡെൽറ്റ ഒനെക്കാട്ടിൽ കൂടുതലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം സ്ട്രോങ് ഫീൽഡിന്റെ കേസിലുള്ള കണ്ടീഷൻ പെയറിങ് എനർജി ലെസ് ദാൻ ഡെൽറ്റ ഒ ആണ്. ആൻഡ് വീക്ക് ഫീൽഡിന്റെ കേസിലുള്ള കണ്ടീഷൻ പെയറിങ് എനർജി ഗ്രേറ്റർ ദാൻ ഡെൽറ്റ ഒ ആണ്. അതുകൊണ്ട് എനർജി കൂടുതലുള്ള കാര്യം അവർ ഓപ്റ്റ് ചെയ്യുവോ? ഇല്ല, എനർജി കുറവുള്ള കാര്യമേ ഓപ്റ്റ് ചെയ്യൂ. അതുകൊണ്ട് അവർ പെയർ ചെയ്തില്ല, താഴെ തന്നെ ഇരിക്കാതെ മുകളിൽ പോയിട്ട് ഓക്കുപ്പൈ ചെയ്തു. കാര്യം മനസ്സിലായോ? അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പെയറിങ് എനർജി ആൻഡ് ഡെൽറ്റ ഒ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് പറഞ്ഞിട്ടുള്ളത്. വായിച്ചു നോക്കിക്കേ. If the crystal field splitting is less than pairing energy, then the fourth electron will go to the EG orbital without undergoing pairing. Okay, that means delta O less than P is the condition for weak field or high spin complex. മനസ്സിലായോ? ഇനി ഇൻ ദി ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഈസ് ഗ്രേറ്റർ ദാൻ പെയറിംഗ് എനർജി. പെയറിംഗ് എനർജിനെക്കാട്ടിൽ കൂടുതലാണ് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ്. എന്ത് സംഭവിക്കും? പെയർ ചെയ്ത് താഴെ തന്നെ ഇരിക്കും. ദെൻ ദ ഫോർത്ത് ഇലക്ട്രോൺ വിൽ റിമൈൻ ഇൻ T2G ഓർബിറ്റൽ in paired condition. Okay, that means delta O greater than pairing is the condition for strong field അല്ലെങ്കിൽ low spin. Okay, ജസ്റ്റ് ഞാൻ വരച്ചിട്ട കാര്യം ഉണ്ടല്ലോ, അത്രയും കാര്യങ്ങൾ ഇതിപ്പോൾ സെന്റൻസ് വൈസ് നമ്മൾ പഠിക്കുന്നതിനെക്കാട്ടി എളുപ്പം ജസ്റ്റ് അതൊന്ന് വരച്ച് നോക്കിയിട്ട് മനസ്സിലാക്കുന്നതാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ പറയുന്ന ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് കൃത്യമായിട്ട് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി അല്ലെങ്കിൽ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എനർജി ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കാം. നമുക്കിനി വരുന്ന ക്ലാസ്സുകളിലായിട്ട് ടെട്രാഹെഡ്രൽ കോംപ്ലക്സിൻ്റെയും സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സിൻ്റെ ഒക്കെ കേസിൽ അവരുടെ സ്പ്ലിറ്റിംഗ് എങ്ങനെയാണ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, താങ്ക് യു.